ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഖ IPSൻ്റെ അനുജത്തി നിനക്കായി എന്ന നോവലിൻ്റെ 18ാമത്തെ അധ്യായമാണ്. അതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട, നീ നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഹോസ്പിറ്റലിൽ നിന്നും രേണുക ഡിസ്ചാർജ് ആയിപ്പോയി. എന്നിട്ടും ആ ഷാനുപ്രസാദും വൈഖിയും അടിക്കടി വരുന്നുണ്ട്, വിനീഷ് പറഞ്ഞു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. കയ്യിൽ പിടിമുറുക്കിയപ്പോൾ അവൻ അങ്ങനെ പറയുമെന്നാണ് ലക്ഷ്മി പ്രതീക്ഷിച്ചതല്ല കേട്ടതെങ്കിലും കേട്ട വാർത്ത അവളുടെ നെറ്റി ചുളിപ്പിച്ചു. രേണുക പോയെങ്കിൽ പിന്നെ ആരെ കാണാനാണ് ഷാനുവും അവളും വരുന്നത്? അതൊന്നറിയണമല്ലോ. അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ശ്രമിച്ചാൽ ഈ വിനീഷ് ആ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പുഷ്പം പോലെ പൊക്കിയെടുക്കണം. അത് പറയുമ്പോൾ രശ്മി അവൻ്റെ കയ്യിലും ബലമായിട്ടൊന്ന് പിടിച്ചമർത്തി. അതൊരു ക്ഷണമായി വിനീഷിന് തോന്നി. അവസരം കാത്തിരുന്നത് പോലെ, എന്നാൽ യാദൃശികമായിട്ടെന്നോണം വിനീഷ് അവളുടെ തോളിലൂടെ കയ്യൊന്ന് ചുറ്റി. പിന്നെ മെല്ലെ വലിച്ചെടുപ്പിച്ചു. രശ്മി എതിർത്തില്ല. ഇറുകെ പിടിച്ചൊരു ചുംബനം. ഒരു നിമിഷം അവന് വിധേയയായ പോലെ അവൾ നിന്നു. അവൻ്റെ മാറിൽ തലചായ്ച്ച് സന്ധ്യയ്ക്ക് വിരിഞ്ഞ കുങ്കുമച്ചെണ്ട് പോലെ. ക്ഷേത്രത്തിൽ നിന്നും ഇലച്ചീന്തിൽ പ്രസാദവും കയ്യിലേന്തി വന്ന രോഹിണി ആ കാഴ്ച കണ്ടു. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു. പിന്നെ വേഗം പിന്നോക്കം മാറി. ഒന്നും കണ്ടില്ലെന്ന മട്ടിൽ അവർ വിളിച്ചു, മോളെ, വിളക്ക് കൊളുത്തായിരുന്നില്ലേ? ഇരുവരും ഞെട്ടിയൊന്നു. അതമ്മേ, ഞാൻ വിളക്ക് കൊളുത്താൻ ഒരുങ്ങുമായിരുന്നു. അപ്പോഴാണ് വിനീഷ് വന്നത്. രശ്മി പരുങ്ങൽ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മോനെന്താ ഇതുവഴി? രോഹിണി ലോഹ്യം ചൊരിച്ചു. വെറുതെ ഈ വഴി പോയപ്പോൾ കയറിയതമ്മേ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. പോകാനിറങ്ങിയതാ. അമ്മ വന്നിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. രശ്മി ഇടയ്ക്ക് കയറി പറഞ്ഞു. ശരി, ഞാൻ വിളക്കൊന്ന് കത്തിക്കട്ടെ. രോഹിണി വേഗം ചെന്ന് നിലവിളക്കെടുത്തു. വിളക്കത്തിക്കല്ലേ, ഞാനെന്ന് ഇറങ്ങട്ടമ്മേ. വിനീഷ് യാത്ര വെച്ചു. ശരി മോനെ. വിനീഷ് കാറിൽ കയറി. ആ കാറ് നീങ്ങുന്നത് കണ്ടപ്പോൾ രോഹിണി ഉള്ളിൽ ഉറപ്പിച്ചു, സഹദേവൻ ചേട്ടനെ കാണണം. കല്യാണക്കാരൻ പറഞ്ഞ് ഉടനെ ഒരു തീരുമാനത്തിലെത്തണം. പിള്ളേർ അതിക്രമിച്ചു തുടങ്ങി. ഡോക്ടർമാരാണെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? തരം കിട്ടിയാൽ പെണ്ണ് പെണ്ണായിട്ടും ആണാണായിട്ടും പെരുമാറും. പ്രായം കഴിഞ്ഞ പെണ്ണിനോട് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്തേ തീരൂ. കാറ് ഡ്രൈവ് ചെയ്ത് നീങ്ങുമ്പോൾ ഉന്മാദമായ ഒരു ചിരി വിനീഷിലുണ്ടായിരുന്നു. താൻ ഒരടി മുമ്പോട്ട് വെച്ചു. അവൾ ഒട്ടും എതിർത്തില്ല. കാത്തിരുന്നത് പോലെ, അതിലുപരി അവളും ആഗ്രഹിച്ചിരുന്നത് പോലെ. മതി, ഇനി 2 അടി താൻ വയ്ക്കും. 3ാമത്തെ അടിക്ക് അവൾ കീഴടങ്ങും. എന്നു മുതലുള്ള ആഗ്രഹമാണത്. അവസരമൊത്തത് ഇപ്പോൾ മാത്രം. ധൃതിയില്ല. ക്ഷമയോടെ കാത്തിരിക്കും. ക്ഷമയോടെ. കാരണം കിട്ടാൻ ആഗ്രഹിച്ചത് അത്രയേറെ മധുരിക്കുന്ന മാതളപ്പഴമാണ്. ഡോക്ടർ ഹരിലാലല്ലേ? SP വിൽസൺ തോമസ് ഡോക്ടർ ഹരിലാലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അതെ, റൗണ്ട്സ് കഴിഞ്ഞ് വാർഡിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു ഡോക്ടർ ഹരിലാൽ. ഞാൻ SP വിൽസനാണ്. പറയൂ സർ. കൂടെയുള്ള സിസ്റ്റർമാരോട് പോയിക്കൊള്ളാൻ ആംഗ്യം കാട്ടി ഹരിലാൽ നിന്നു. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. എപ്പോൾ പറ്റൂ? അറ്റ് എനി ടൈം. സാറ് വന്നോളൂ. എങ്കിൽ 3 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക്. ശരി. കൃത്യം 3 മണിക്ക് തന്നെ SP വിൽസൺ തോമസ് ഡോക്ടർ ഹരിലാലിൻ്റെ ഡ്യൂട്ടി റൂമിലെത്തി. ഞാൻ വന്നത് മിത്രയെക്കുറിച്ച് വിവരങ്ങൾ അറിയാനാണ്. മുഖവൂര കൂടാതെ SP പറഞ്ഞു. എന്താണ് സർ? ആ കുട്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷനാണോ? അതെ. ശാരീരികമായി പ്രോബ്ലം ഒന്നുമില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തീർത്ത് പറയാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. ആ കുട്ടിയുടെ അവസ്ഥ മോശമാകുമോ എന്ന് ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവൾ എണീക്കാൻ ശ്രമിച്ചു തുടങ്ങിയത് പോസിറ്റീവ് സൈനാണ്. ഇനി എത്രയും വേഗം എണീക്കും. ഇത്രയും നാൾ ഒരേ കിടപ്പ് കിടന്നതുകൊണ്ട് നടക്കാൻ അല്പം വിഷമമുണ്ടാകും. അത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ഓർമ്മയ്ക്കെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ? വിൽസൺ തോമസ് ചോദിച്ചു. ഉവ്. അത് പക്ഷേ ഒരുപാട് ആശങ്കപ്പെടാനില്ല. തലക്കേറ്റ പരിക്കിൻ്റെ ഒരു റിയാക്ഷനാണ്. ഓർമ്മകൾ മുറിഞ്ഞു പോവുക, ഇടവിട്ടുണ്ടാവുക. ഡോക്ടർ തുടർന്നു.
പക്ഷെ ശ്രദ്ധയോടെ പരിചരിച്ച, കൂടെ നിന്ന, വലിയ കാലതാമസം കൂടാതെ മിത്രയെ നമുക്ക് ശരിയായ ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ഡോക്ടർ അനിൽ രാജൻ അതിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ശരി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എസ് പിയുടെ സ്വരത്തിൽ കാഠിന്യമുണ്ടായി. ഡോക്ടർ ഹരിലാൽ നെറ്റിച്ചൊളിച്ചു. മിത്ര, ഷീസ് എ ക്രിമിനൽ. ക്രിമിനൽ? ഡോക്ടറുടെ മിഴികൾ കുറുകി. അതെ, കുറ്റങ്ങൾ പലതാണ്. ഒരു കുടുംബത്തിലെ കൂട്ട ആത്മഹത്യയുടെ ഉത്തരവാദിത്തം അവളിലുണ്ട്. പിന്നെ പീഡനം, ഒടുവിൽ കൊലപാതകം. അങ്ങനെ കുറ്റങ്ങളും വകുപ്പുകളും പലതാണ്. അതുകൊണ്ട് മിത്രയുടെ ഓർമ്മ നോർമൽ സ്റ്റേജിലായാൽ എന്നെ വിവരം അറിയിക്കണം. എനിക്ക് അവളെ കൈമാറണം. എന്നുവെച്ചാൽ ഡോക്ടർ ഹരിലാൽ അമ്പരന്നു. നിങ്ങൾ അവളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുമെന്നോ? അതെ. എസ് പിയുടെ സ്വരം വല്ലാതെ കനത്തതായിരുന്നു. അധ്യായം 31. അമ്മേ, വീട്ടിലെ നമ്പർ കണ്ടപ്പോൾ അത്യാഹ്ലാദത്തോടെയാണ് കാർത്തിക് കോൾ അറ്റൻഡ് ചെയ്തത്. മോനെ, ശോഭയുടെ ശബ്ദം ചിലമ്പിച്ചതായിരുന്നു. എന്തുപറ്റി അമ്മേ? അമ്മയുടെ ആ ചിലമ്പിച്ച ശബ്ദം കാർത്തികിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അമ്മ എന്തിനാ കരയുന്നത്? കരയാനാ മോനെ അമ്മയുടെ യോഗം. ശോഭ ശരിക്കും തേങ്ങി. കേസിൻ്റെയും ഫയലിൻ്റെയും ഇടയിൽ മുങ്ങിത്തപ്പുന്ന ഒരാളെ അമ്മയ്ക്ക് കൂട്ട്. പിന്നെ ഒരു ശബ്ദവും അനക്കവും നീ മാത്രമായിരുന്നു എനിക്ക്. അച്ഛനോട് വഴക്കിട്ട് വാശിക്കിറങ്ങിപ്പോകുമ്പോൾ നീ എന്നെ മറന്നുപോയില്ലടാ മോനെ. കാർത്തിക് മിടയിറക്കി. ഇപ്പോൾ കല്ല് വന്നാലും അവളും നിൻ്റെ ഫ്ലാറ്റിലാണ്. ആരും ഇല്ലാണ്ടായത് എനിക്കാ, ഈ അമ്മയ്ക്ക്. എൻ്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? അമ്മയുടെ സങ്കടം അറിയാഞ്ഞിട്ടല്ല അമ്മേ. ഞാൻ പോകുന്നത് അത് അമ്മയ്ക്കറിയില്ലേ? ഞാൻ അറിഞ്ഞിട്ട് എന്നാടാ മോനെ പുണ്യം? ശോഭ ചോദിച്ചു. നിന്റെ കല്യാണം ഞാൻ എത്ര കൊതിച്ചിരുന്നതാ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. എന്തെല്ലാം ചടങ്ങുകളുള്ളതാ. അതൊന്നുമില്ലാണ്ട്, ഒരുമിച്ച് കഴിയാണ്ട്, രണ്ടാളും രണ്ട് സ്ഥലത്ത്. ശോഭ വീണ്ടും വിങ്ങി. ഓർത്താൽ എനിക്ക് എന്താടാ ഒരു സമാധാനം. വല്ലാത്തൊരു വിധിയാ എൻ്റേത്. അപ്പോഴാണ് മുറ്റത്തേക്കൊരു കാറ് വരുന്ന ശബ്ദം ശോഭ കേട്ടത്. മോനെ, ആരോ വന്നു. ആരാന്ന് നോക്കട്ടെ. കോള് കട്ടയല്ലേ? അമ്മയ്ക്കിനിയും പറയാനുണ്ട്, ശോഭ പറഞ്ഞു. എന്നിട്ട് റിസീവർ ഫോൺ സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് ശോഭ മുൻവശത്തേക്ക് നീങ്ങി. കാർത്തിക് ഓഫീസിലായിരുന്നു. എന്നിട്ടും അവൻ കോൾ കട്ട് ചെയ്യാതെ കാത്തിരുന്നു. അമ്മയുടെ ശബ്ദത്തിൽ അത്രയേറെ സങ്കടം ഉണ്ടായിരുന്നു. ശോഭ മുൻവശത്ത് എന്നതും അന്താളിച്ചു. വന്നത് വിജയചന്ദ്രനായിരുന്നു. ഇന്നെന്താ കോടതിയിലോട്ട് പോയിട്ട് 1 മണിക്കൂർ പോലും ആയില്ലല്ലോ. ഇത്ര പെട്ടെന്ന് പോകുന്നതെന്താ? ശോഭ ചോദിച്ചു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ രതീഷ് അല്പം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. കോടതിക്ക് അപ്പോഴേ അവധി പ്രഖ്യാപിച്ചു. ഞാൻ പോന്നു. അത് നന്നായി. വിജയചന്ദ്രൻ്റെ മുഖത്ത് മരണവാർത്ത പറയുന്നതിനപ്പുറം ഊറിയ ഒരു ചിരി പരക്കുന്നു. എന്താ? ശോഭ എടുത്തു ചോദിച്ചു. ഇറങ്ങി വരുമ്പോൾ നമ്മുടെ DIG ശാന്തൻ പിള്ളയെ കണ്ടു. ശാന്തൻ പിള്ളയുടെ സഹോദരിയുടെ മകൻ ഫിൻഡാൽഫയിലാണ് ഡോക്ടർ. നല്ല മിടുക്കൻ പയ്യൻ. നമ്മുടെ മോൾക്ക് വേണ്ടി ആ പയ്യനുമായി ശാന്തൻ പിള്ള ഒരാലോചന വെച്ചു. നല്ല കാര്യമല്ലേ? എനിക്കിഷ്ടമായി. ഞാനതങ്ങ് സമ്മതിച്ചു. ശോഭ അന്താളിപ്പോടെ കണ്ണുമിഴിച്ചു. എന്താണീ പറയുന്നത്? നമ്മുടെ കല്ലുവിൻ്റെ കാര്യമാണോ? അതല്ലാതെ എനിക്ക് വേറെ ബന്ധത്തിൽ ഭാര്യയും മക്കളൊന്നുമില്ല. വിജയചന്ദ്രൻ ഗൗരവത്തിലായി. ഫോണിൻ്റെ റിസീവർ മാറ്റിവെച്ച കാര്യം ശോഭ മറന്നുപോയിരുന്നു. അതുകൊണ്ട് റിസീവറിലൂടെ ആ സംഭാഷണം കാർത്തിക് കൃത്യമായി കേട്ടു. കല്ലുവിന് വിവാഹമോ? അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ തൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് ഞാനും നടന്നിരുന്ന കുഞ്ഞുടുപ്പുകാരി. കുഞ്ഞുടുപ്പിട്ട് നടന്നിരുന്ന കാലത്ത് തന്നോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവൾ തൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് നുണയുമായിരുന്നു. ഇന്നലെയല്ലേ അവളങ്ങനെ ചെയ്തത്? അവൾക്ക് വിവാഹമോ? കാർത്തിക് അമ്പരന്നിരുന്നു. വിജയേട്ടനും വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാനങ്ങനെ പറഞ്ഞത്. ശോഭ താണു. പിന്നെ വിജയചന്ദ്രൻ്റെ ഗൗരവം അതേപടി നിന്നു. കല്ലു കൊച്ചല്ലേ? MBBS പൂർത്തിയാവുന്നതല്ലേ ഉള്ളൂ. ഹൗസ് സർജൻസി മുതൽ ഇനി പഠിക്കാൻ എത്ര കിടക്കുന്നു? എല്ലാം പഠിച്ച് പൂർത്തിയായി നിൻ്റെ മകളിങ്ങ് വരുമ്പോൾ കെട്ടാൻ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഒരാണിനെ കിട്ടുകയല്ലടി. വിജയചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. അതെന്താ? എന്താണോ? നിനക്കത് അറിയത്തില്ലല്ലേ? എന്നാ കേട്ടോ, അവളുടെ ആങ്ങളയുടെ പാതിരാ കല്യാണം അങ്ങാടിപ്പാട്ടായിക്കൊണ്ടിരിക്കുക. കാർത്തിക് അത് കേട്ടെന്ന് ചൂളി. വിളക്ക് വെച്ച് അവളുടെ തള്ളയും തന്തയും അവനെ അമ്പാടിയിലോട്ട് സ്വീകരിച്ച് ദത്തെടുത്തിരിക്കുക. അധികം വൈകാതെ
നാടടച്ച് വിളിച്ച് കല്യാണം, കരയടച്ച് സദ്യ ഉണ്ടാവും. എൻ്റെ ഈശ്വര, അതൊക്കെ ആര് പറഞ്ഞു? വിജയചന്ദ്രൻ ഡയസിലിരുന്നാൽ മതി, വാർത്ത അവിടെ എത്തും. അങ്ങനെയാണെങ്കിലിപ്പോൾ എന്താ? ശോഭ ചോദിച്ചു. ഏതായാലും കല്യാണം നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 പേരെ അറിയത്തക്ക വിധം അതങ്ങ് നടത്തുന്നല്ലേ നല്ലത്. നമ്മളോ ചെയ്യുന്നില്ലത്. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതിലെന്താ തെറ്റ്? ഛേ, വിജയചന്ദ്രന് അരിശം വന്നു. നിൻ്റെ മകൻ്റെ കല്യാണം കണ്ടവർ നടത്തിയാൽ ആ വാർത്ത അറിയുന്നവർ പിന്നെ നിൻ്റെ മോളെ മാനം മര്യാദയായിട്ട് കൂട്ടിക്കൊണ്ടു പോകൂടി. ശോഭയുടെ ശബ്ദം നിന്നു. അങ്ങനെ ഒരു അപകടമുണ്ടോ? പക്ഷേ വിജയചന്ദ്രൻ അങ്ങനെ തോൽക്കലടി. നിൻ്റെ മകൻ്റെ വിവാഹം അവരാഘോഷിക്കുന്നതിന് മുൻപ് അതിലും ഗംഭീരമായി എൻ്റെ മോളുടെ വിവാഹം നടത്തിക്കഴിയും. ശോഭ നടുങ്ങിപ്പോയി. കാർത്തിക് അതിലേറെ നടുങ്ങി. വിജയേട്ടൻ എന്താണ് ഈ പറഞ്ഞത്? ശോഭ ചോദിച്ചു. എന്താ? കാർത്തിക് ഇല്ലാതെ കല്ലുവിൻ്റെ വിവാഹം നടത്താനോ? നടത്തും. എന്താ നിനക്ക് സംശയം? ആ പയ്യൻ്റെ വീട്ടുകാർ ചോദിക്കില്ലേ പെണ്ണിൻ്റെ സഹോദരൻ എവിടെയെന്ന്? ചോദിക്കില്ലേ? ശോഭയുടെ നെറ്റി ചുളിഞ്ഞു. ഇല്ല, കാരണം പെണ്ണിനൊരു സഹോദരനില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, വിജയചന്ദ്രൻ കൂസാതെ പറഞ്ഞു. എൻ്റെ ദൈവമേ! ശോഭ നെഞ്ചിൽ കൈവച്ച് ആന്തലോടെ വിളിച്ചുപോയി. മൂർച്ചയുള്ള കത്തി നെഞ്ചിലേക്ക് ആഞ്ഞു തറച്ച വേദനയോടെ കാർത്തിക് പിടഞ്ഞു. അവൻ കോള് പെട്ടെന്ന് കട്ടാക്കി. ഇനി പറയുന്നത് കേൾക്കണ്ട. അമ്മയുടെ നെഞ്ചുരുകുന്ന കരച്ചിലും കേൾക്കണ്ട. കല്ലുവിന് കാർത്തിക് എന്ന ഒരു സഹോദരനില്ലെന്ന് അച്ഛൻ പറയുമെന്ന്. ഇത്രയ്ക്ക് തള്ളിക്കളയാനും മാത്രം അത്ര വലിയ ഒരു തെറ്റായിരുന്നു വൈഖിയുമായുള്ള തൻ്റെ ബന്ധം. കാർത്തിക് ഏറെ നേരം തിരിച്ചും മറിച്ചും ചിന്തിച്ചു. എന്നിട്ടവൻ കല്യാണിയുടെ നമ്പർ എടുത്തു. കല്ലു, നീ അറിഞ്ഞോ? അച്ഛൻ നിൻ്റെ വിവാഹം തീരുമാനിക്കാൻ പോണു, വിദേശത്തുള്ളൊരു ഡോക്ടറുമായിട്ട്. കാർത്തിക് പറഞ്ഞു. പഠിത്തം തീരുന്നതിന് മുൻപോ? എനിക്ക് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. കല്യാണി ഇങ്ങനെ പറയുമെന്ന് തന്നെയാണ് കാർത്തിക് കരുതിയത്. പക്ഷേ പകരം കല്യാണി ആഹ്ലാദത്തോടെ ചിരിച്ചു. അച്ഛൻ തീരുമാനിക്കട്ടെ ഏട്ടാ, അത് നല്ലതല്ലേ? അതും ഫോറിനുള്ള ഡോക്ടറായാൽ പറ്റിയ കൂടെ എനിക്കും അങ്ങോട്ട് പോകാമല്ലോ. കല്ലു, നീ എന്താണ് ഈ പറയുന്നത്? കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന്. എന്താ, ഞാൻ സമ്മതിക്കണ്ടേ? കാർത്തിക് അവിശ്വസനീയതയോടെ ഇരുന്നു പോയി. SP വിൽസൺ തോമസിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വൈകിയുടെ കയ്യിൽ ക്രിസ്റ്റോ റോയ് കൈലാത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. സർ, ഫയൽ SPയുടെ ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാനഡയിൽ നിന്നും അവൻ 2 വർഷത്തിനുള്ളിൽ 4ഓ 5ഓ തവണയേ വന്നിട്ടുള്ളൂ. അതും ഈസ്റ്ററിനും ക്രിസ്തുമസിനൊക്കെ. എയർപോർട്ടിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസാണിത്. അതിലൊന്നും പക്ഷേ റോസിൻ്റെ കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്ന ഡേറ്റിലും വന്നിട്ടില്ല, SP പറഞ്ഞു. അതെ, അപ്പോൾ നമ്മുടെ അന്വേഷണം വഴിതെറ്റിയല്ലേ? വൈകം മറുപടി പറഞ്ഞത് അല്പം കഴിഞ്ഞാണ്. സർ, മറ്റാരെയും പോലെയല്ല. ഈ ക്രിസ്റ്റോ റോയിയുടെ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഒരു ഡൗട്ട്. റോസുമായി അവനെന്തോ ബന്ധമുണ്ടെന്ന്. ആ സംശയം തീരെ തള്ളിക്കളയണ്ട. വല ഒന്ന് വീശി വിരിച്ചോ, നമുക്ക് നോക്കാം കുടുങ്ങുന്നത് എന്താണെന്ന്. സർ, വൈക അദ്ദേഹത്തിന് സല്യൂട്ട് നൽകി തിരിച്ചിറങ്ങി. മുറ്റത്ത് കിടക്കുന്ന തൻ്റെ കാറിന് നേർക്ക് വരുമ്പോൾ എതിരെ കാർത്തിക് വരുന്നു. ആ മുഖം കണ്ടപ്പോഴേ വൈകയ്ക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. എന്താ കാർത്തിക്? അവൾ ചോദിച്ചു. താൻ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? അതെ, ഹോസ്പിറ്റലിലേക്ക്, മിത്രയെ കാണാൻ. ഞാനും വന്ന വിരോധമില്ലല്ലോ. യോ വെൽക്കം. സ്വതന്ത്രമായി പറക്കാൻ നമ്മൾ 2 പേർക്കും ലൈസൻസ് വന്നു കഴിഞ്ഞു. പിന്നെ അച്ഛാ, കാറിലേക്ക് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വൈക പുഞ്ചിരിയോടെ പറഞ്ഞു. താൻ ഭാഗ്യവതിയാണ്. കൂടെ കയറിയിരിക്കുന്നതിനിടെ അവൻ പറഞ്ഞു. എന്താ കാർത്തിക്? അവൻ്റെ കൈത്തണ്ടയിലൊന്ന് തൊട്ടുകൊണ്ട് മൃദുവായി അവൾ ചോദിച്ചു. അച്ഛൻ എന്നെ തോൽപ്പിക്കാൻ വീണ്ടും കച്ചകെട്ടി ഉറുമിയെടുക്കുകയാണ്, 18ാമത്തെ അടവുമായിട്ട്, കാർത്തിക് മെല്ലെ പറഞ്ഞു. എന്തുണ്ടായി? അച്ഛൻ കല്ലുവിൻ്റെ വിവാഹം നടത്താൻ പോന്നു. കല്ലുവിൻ്റെ വിവാഹമോ? അവൾ കുട്ടിയല്ലേ. അതൊന്നും അച്ഛനിപ്പോൾ പ്രശ്നമില്ല, ഉടനെ നടത്തും. എന്താ എത്ര പെട്ടെന്ന്? നമ്മുടെ വിവാഹം വിപുലമായി നടത്താൻ പോകുന്നുവെന്ന് അച്ഛനോട് ആരോ പറഞ്ഞു. അച്ഛൻ സഹകരിക്കാത്ത ആ വിവാഹ ചടങ്ങ് അച്ഛന് ആക്ഷേപമാണ്, കുടുംബത്തിന് അപമാനമാണ്. അങ്ങനെ വരുമ്പോൾ കല്ലുവിന് നല്ലൊരു കുടുംബത്തിൽ നിന്നും നല്ലൊരു ബന്ധം കിട്ടില്ലെന്ന്. അതാണ് അച്ഛൻ്റെ പുതിയ പാദം. കാർത്തികിന് അരിശം വന്നു. എന്നെ തോൽപ്പിക്കാൻ തന്നെയുള്ള പുറപ്പാടാണ്. വൈകം മിണ്ടിയില്ല. താൻ എന്താ മിണ്ടാത്തത്? ഞാൻ ഇത്ര സീരിയസ് ആയി പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം ചിന്തിക്കാറുള്ളൂ കാർത്തിക്. നമ്മൾ ജയിക്കണം. പക്ഷെ നമ്മുടെ ജയം നടക്കുമ്പോൾ
മുറിവ് പറ്റി വീഴുന്നവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എന്ന് വെച്ചാൽ ശരിയാണ് കാർത്തികിൻ്റെ അച്ഛൻ പറഞ്ഞത്. ഒരേ ഒരു സഹോദരൻ സ്വന്തം നിഷ്ഠത്തിന് വീട് വിട്ടിറങ്ങി, വീട്ടുകാരോട് പിണങ്ങി പ്രേമിച്ചവളെ വിവാഹം കഴിച്ചു. ആ പേരുദോഷം കല്ലുവിന് ഒരു നല്ല ബന്ധത്തിന് തടസ്സമായ അവൾ നമ്മളെ ശപിക്കില്ലേ? വൈകാൻ ഞാൻ പറയുന്നത്, ഇപ്പോൾ കല്ലുവിന് ഒരു നല്ല ബന്ധം കിട്ടുമെങ്കിൽ അത് നടക്കട്ടെ എന്നാണ്. അവളുടെ വിവാഹത്തെക്കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മുമ്പിൽ നിന്ന് നടത്തണം. ഇതേ സങ്കല്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെക്കുറിച്ചുണ്ടായിരുന്നു. ഒരു വെളുപ്പാങ്കാലത്ത് മുഹൂർത്തത്തിൽ ഒരു മഞ്ഞച്ചരട് എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ നമ്മൾ രണ്ടാളും അതോർത്തോ? കാർത്തിക് വിഷണ്ണനായി. ഞാൻ തന്നെ കാണാൻ വന്നത് തന്നെ കൊണ്ട് കല്ലുവിനെ വിളിപ്പിക്കാനായിരുന്നു. ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന് പറയാൻ. ഞാൻ പറയില്ല, വൈക കർക്കശായി പറഞ്ഞു. കാർത്തുവിൻ്റെ അച്ഛനെ നമ്മൾ അങ്ങനെയും കൂടി വേദനിപ്പിക്കാനും തോൽപ്പിക്കാനും പാടില്ല. കാർത്തികിന് മറുപടി ഇല്ലാതായി. അവൻ്റെ മുഖത്ത് നിരാശയും നിസ്സഹായതയും വൈക കണ്ടു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടതുകരം കൊണ്ടവൾ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്നുകൂടി പിടിച്ചമർത്തി. സാന്ത്വനമായി. വിഷമിക്കലടോ കാർത്തിക്, എല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഈ വിഷമവും സങ്കടവും ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. കാർത്തിക് മറുപടി പറഞ്ഞതേയില്ല. ഉള്ളിലെ സങ്കടം പോയതുമില്ല. എന്ന് മാത്രമല്ല, നിസ്സഹായത ഇരട്ടിക്കുകയും ചെയ്തു. സീന മിത്രയുടെ കൺപോളകൾക്കുള്ളിൽ കൃഷ്ണമണികളെ ദ്രുതഗതിയിൽ വെട്ടി. വളരെ പെട്ടെന്നവൾ കണ്ണു തുറന്നു. മുഖത്തെ നിലവിളിക്കും തെളിച്ചമേറ്റതുപോലെ ഒരു പ്രകാശം പരന്നു. സീന, കമോൺ, ഒരാവേശം പോലെ അവൾ പറയുന്നു. കൈയും കാലും ഇളക്കാൻ മിത്ര ശ്രമിച്ചു. പക്ഷെ കെട്ടിയിട്ടിരിക്കുന്നതിനാൽ അതിന് കഴിയുന്നില്ല. അവൾക്കരികിൽ അവളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് അത്യാഹ്ലാദത്തോടെ ഷാനു ഇരിക്കുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ കോഴിക്കോട് NITയിൽ വെച്ച് നടന്ന രാഗം ഫെസ്റ്റിവലിൽ സീന ജെയിംസ് ചെയ്ത ഭരതനാട്യത്തിൻ്റെ വർണ്ണവും വായ്ത്താര്യവും മേളവും കേൾക്കുന്നു. ഡോക്ടർ അനിൽ രാജൻ ആ ഗാനം മൊബൈൽ ഓണാക്കി ആവർത്തിച്ച് കേൾപ്പിക്കുകയാണ്. ഷാനു ഡോക്ടർ അനിൽ രാജനോട് പറഞ്ഞു. ആ കീർത്തനം മീത്തു തിരിച്ചറിയുന്നുണ്ട്. അവളത് ഓർക്കുന്നുണ്ട്. സീന ജെയിംസിനെയും ഓർക്കുന്നുണ്ട്. ഇതാരാ എൻ്റെ കൈ കെട്ടിയിട്ടത്? മിത്ര പറയുന്നു. ഇതഴിക്ക്. കൈ അഴിച്ച് എനിക്ക് അവളെ എൻകറേജ് ചെയ്യണം. അവൾക്ക് ഫസ്റ്റ് പ്രൈസും A ഗ്രേഡും കിട്ടണം. ഷാനുവും അനിൽ രാജനും മുഖത്തോട് മുഖം നോക്കി. മീത്തു ഷാനു തിരിഞ്ഞ് മിത്രയെ നോക്കി. അവളുടെ കയ്യിൽ മൃദുവായി തലോടി. മിത്ര ആ ശബ്ദം കേട്ടു. ഷാനുവിൻ്റെ നേർക്ക് മുഖം തിരിച്ചു. ഷാനു തൻ്റെ കൈയിന്മേൽ തടവുന്നത് അവൾ ശ്രദ്ധിച്ചു. നിഷേധാത്മകമായ മുഖഭാവത്തോടെ അവൾ ആ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു. മീത്തു, ഷാനു കൂടുതൽ ആർദ്രതയോടെ വിളിച്ചു. മിത്രയുടെ മുഖത്തും മിഴികളിലും അപരിചിതത്വം നിറഞ്ഞു. ആരാ? അവൾ ചോദിച്ചു. ഷാനു നടുങ്ങിപ്പോയി. മിതു, ഞാൻ ഷായ, നിന്റെ ഷായടാ, ഷാനു ആവേശത്തോടെ പറഞ്ഞു. മീത്തുവോ? ഷായോ? മിത്രയുടെ നെറ്റി ചുളിഞ്ഞു. നീ ആരാ? എഴുന്നേൽക്ക്, എൻ്റെ അടുത്തുനിന്ന് പോടാ, മിത്ര രോക്ഷത്തോടെ പറയുന്നു. ഷാനു പിടഞ്ഞെഴുന്നേറ്റ് പോയി. തിരസ്കരിക്കപ്പെടുന്നവൻ്റെ വേദനയോടെ. അപ്പോഴാണ് വൈഖയും കാർത്തിയും മുറിക്കുള്ളിൽ വന്നത്. എന്തുണ്ടായി? വൈഗ ചോദിച്ചു. മിത്രയ്ക്കിപ്പോൾ ബോധമുണ്ട്, ഡോക്ടർ അനിൽ രാജൻ പറഞ്ഞു. പക്ഷെ ഷാനുവിനെ അവൾ തിരിച്ചറിയുന്നില്ല. മോളെ മിത്ര, ഞാൻ നിൻ്റെ ചേച്ചിയാടി. വൈഗ മിത്രയുടെ അടുത്തേക്ക് ചെന്നു. ഇച്ചേച്ചിയോ? എനിക്ക് ഇച്ചേച്ചിയില്ല, മാറി നിൽക്ക്, മിത്ര അസഹ്യതയോടെ പറഞ്ഞു. മുമ്പേത് മാറ്, ഞാനത് കാണട്ടെ, ഇപ്പം തീരും, മിത്ര ശോഭത്തോടെ പറയുന്നു. വൈഗ ഡോക്ടറെ നോക്കി. സീന ജെയിംസിൻ്റെ ഡാൻസിൻ്റെ പൂർണ്ണമായ ഓർമ്മയിലാണ് മിത്ര. ആ ഭാഗത്തിപ്പോൾ നമ്മൾ ആരുമില്ല, ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് വൈഗ മുറിക്കുള്ളിൽ അലയടിക്കുന്ന കീർത്തനം ശ്രദ്ധിച്ചത്. മിത്ര ഓർമ്മ വീണ്ടെടുത്തു വരുന്ന സമയത്ത് ഈ കീർത്തനമാണ് ഞാനിട്ടത്. അതാവാം ഈ പ്രതികരണത്തിന് കാരണം. അവളുടെ ഉള്ളിലിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. വൈഗ മിത്രയുടെ മുഖത്തെ ആഹ്ലാദഭാവങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു. മിത്രയുടെ കണ്ടീഷൻ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ വൈഗ? കാർത്തിക് ചോദിച്ചു. അന്ന് നമ്മൾ വരുമ്പോൾ കരുവാളിച്ച മുഖമായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പ്രസാദം നിറഞ്ഞ മുഖം. ഒരു പേഷ്യൻ്റാണെന്ന് കണ്ടാൽ തോന്നുന്നില്ല. ശരിയാണ്, അവൾ ജീവിതത്തിലേക്ക് ഒരുപാട് വന്നു കഴിഞ്ഞു, കാർത്തിക്, വൈഗ പറഞ്ഞു. കീർത്തനം നിന്നു.
അതോടെ മിത്രയുടെ മുഖത്തെ ആഹ്ലാദം നിന്നു. മിത്ര, വൈഗ വിളിച്ചു. മിത്ര വൈകിയെ നോക്കി. നൃത്തം അവസാനിച്ചു അല്ലേ? ആ, മിത്ര മൂളി. എന്നിട്ടും സീന വേദിയിൽ നിന്ന് ഇറങ്ങിയല്ലേ? ആ. അവൾ പിന്നെ എങ്ങോട്ട് പോയി? അവൾ ഗ്രീൻ റൂമിലേക്ക്. മേക്കപ്പും ഡ്രസ്സും അഴിക്കാൻ അല്ലേ? എന്നിട്ട് സീന മിത്രയുടെ കൂടെ എങ്ങോട്ടാണ് പോയത്? ആ ചോദ്യം കേട്ടതോടെ മിത്രയുടെ മിഴികൾ നല്ലവണ്ണം തുറന്നു. ഓർമ്മയിലേക്ക് മുങ്ങിത്താഴും പോലെ. ഞങ്ങൾ പോയത് കോളേജിൻ്റെ അത്രയും പറഞ്ഞപ്പോഴേക്കും മിത്രയുടെ മിഴികൾ മറിയാൻ തുടങ്ങി. ശരീരം കോച്ചി വലിക്കാനും. മതി, എന്നിത്ര മതി, ഡോക്ടർ വിലക്കി. വൈഗയ്ക്ക് ഇച്ഛാഭംഗമായി. മിത്ര എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയായിരുന്നു. വരൂ കാർത്തിക്. വൈഗ പുറത്തേക്കിറങ്ങി. ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലേക്കാണ് അവർ പോയത്. ഇരിക്കൂ. എന്താ ഇന്ന് രണ്ടാളും കൂടെ? വൈഗയോടൊപ്പം കാർത്തികിനെ കണ്ടതുകൊണ്ട് ഡോക്ടർ ഹരിലാൽ ലോഹ്യം ചോദിച്ചു. അദ്ദേഹത്തിന് മുമ്പിലെ കസേരയിൽ കാർത്തികിനൊപ്പം ഇരിക്കുമ്പോൾ വൈഗയ്ക്ക് തോന്നി ഡോക്ടർ ഹരിലാലിൻ്റെ മുഖത്ത് പതിവ് സന്തോഷമില്ലെന്ന്. മിത്രയൊന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്, വൈഗ പറഞ്ഞു. അവൾക്കിന്ന് കുറച്ചുകൂടെ തെളിഞ്ഞ ഓർമ്മയുണ്ടായി. ആ സീന ജെയിംസിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. വൈഗയ്ക്ക് ഉത്സാഹമായി. പക്ഷേ പറയും മുമ്പ് ഓർമ്മ വിട്ടു. മുഴുവൻ പറഞ്ഞിട്ടെന്തിനാ? പെട്ടെന്ന് ഓർക്കാപ്പുറത്തെന്നോണം ഡോക്ടർ ഹരിലാൽ പൊട്ടിത്തെറിച്ചു. ഇവിടുന്ന് പൊക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് തള്ളാനോ അതോ ജയിലിലോട്ടിടാനോ? വൈഗ അന്താളിച്ചു പോയി. കാർത്തിക് എഴുന്നേറ്റു. എന്താ ഡോക്ടർ? വൈഗ അന്താളിപ്പോടെ ചോദിച്ചു. ഇപ്പോൾ എന്തുണ്ടായി? ഡോക്ടർ ഇങ്ങനെ ശോഭിക്കാനും പറയാനും. എന്താണെന്നോ? അത്രയ്ക്കും വിഷമമുണ്ട് മാഡം. ഡോക്ടർ ഹരിലാൽ ഒട്ടും ശോഭം കുറിച്ചില്ല. ഒരു പാതിരാത്രി അച്ഛൻ്റെ ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങൾക്കായി ഞാൻ ഓടി നടക്കുന്നതിനിടയിലാണ് എൻ്റെ മോൻ ജിത്തു തീർക്കപ്പെട്ടു വന്ന് അക്കിൻ്റെ ഫോൺ കോൾ തന്നത്. അവൻ പറഞ്ഞത് കേട്ടയുടൻ ശ്രാദ്ധകർമ്മം പോലും വിട്ട് ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു. ഡോക്ടർ തുറന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ എൻ്റെ ടേബിളിൽ കണ്ടത് ചോര വാർന്ന ഒരു മാംസപിണ്ഡം മാത്രമാണ്. അവസാന ശ്വാസം വലിക്കുന്ന നിലയിൽ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കത്രിക കയ്യിലെടുത്തത്. മരിച്ചുപോയ എൻ്റെ അച്ഛനു വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെയും മറന്നാണ് പുലരും വരെ ഞാൻ ആ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ കിട്ടിയ ശരീരത്തിൽ ജീവൻ്റെ കണികയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് തീർച്ച കിട്ടിയതിന് ശേഷമേ ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടുള്ളൂ. ഡോക്ടർ തുറന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ഞാനിതിനെ കാണുന്നു. മിത്ര നോർമൽ സ്റ്റേജിലായി ഒന്ന് എണീറ്റ് നിൽക്കുകയും പൂർണ്ണബോധത്തോടെ സംസാരിക്കുക, ആ നിമിഷത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. ഞങ്ങളും ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഡോക്ടർ, വൈഗ പറഞ്ഞു. ബട്ട് വൈഗ, നിങ്ങൾ കാത്തിരിക്കുന്നത് ആ കുട്ടിയുടെ നാശത്തിനാണ്. ആ കുട്ടിയെ ലോക്കപ്പിലോട്ടും ജയിലിലോട്ടും തള്ളിയാൽ ആ ലോക്കിലവൾ വീണ്ടും പഴയപടി വീണുപോയേക്കാം. ആ ഷോക്കിൽ നിന്നും അവരൊരിക്കലും തിരിച്ചു വരില്ലായിരിക്കാം. വൈഗ അന്താളിച്ചു. ലോക്കപ്പിലും ജയിലിലും അവളെ ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളുടെ SP ഇവിടെ വന്നും എന്നോടങ്ങനെ പറഞ്ഞു. മിത്ര ഒരു ക്രിമിനലാണത്ര. വൈഗ ധരിച്ചിരുന്നു ഒരു നിമിഷം. SP ഇവിടെ വന്ന് പറഞ്ഞെന്ന്. അദ്ദേഹം തന്നെ കടത്തിവിട്ടിരിക്കുന്നു. അവൾ മെല്ലെ പറഞ്ഞു. അത് സത്യമാണ് ഡോക്ടർ. നിങ്ങൾ ആദ്യം പറഞ്ഞത് അവൾ സംസാരിക്കണമെന്ന് മാത്രമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്ന കൊലക്കേസിൽ മിത്രയുടെ വാക്ക് സാക്ഷിമൊഴിയാകുമെന്ന് ശരിയല്ലേ? ഡോക്ടർ ചോദിച്ചു. സാക്ഷി തന്നെയാണ് പ്രതിയെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ? വൈകിയുടെ മുഖത്തും വിഷാദം തിങ്ങുന്നത് കാർത്തിക് ശ്രദ്ധിച്ചു. ഒരു കുറ്റം എങ്ങനെ ചെയ്തുവെന്ന് കൃത്യമായി വിവരിക്കാൻ കഴിയുന്ന ഏക വ്യക്തി അത് ചെയ്തയാളാണ് ഡോക്ടർ, അവൾ പറഞ്ഞു. എന്നുവെച്ചാൽ മിത്ര നോർമൽ ആയാലുടൻ പോലീസിന് ചവിട്ടിക്കൂട്ടാൻ വേണ്ടി ഞാൻ അവളെ കൈമാറണമല്ലേ? ഡോക്ടർ ഗൗരവത്തിൽ ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടർ അത് ചെയ്തേ തീരൂ, സങ്കടത്തോടെ അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സ് ഇത്ര പാടുപെട്ട് എന്തിനവളെ രക്ഷിക്കുന്നു? ഇപ്പോഴേ അങ്ങ് കൊന്നാൽ പോരെ? വൈഗ ഡോക്ടർക്ക് നേരെ വിരൽ ചൂണ്ടി. വൈഗ സമചിത്തത പാലിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പറഞ്ഞു. അച്ഛൻ്റെ ശ്രാദ്ധം പോലും മറന്ന് ഡോക്ടർ അന്ന് ശ്രമിച്ചത് ഭൂമിയിൽ നിന്നും കൈവിട്ടു പോകുമായിരുന്ന ഒരു ജീവബിന്ദുവിനെ പിടിച്ചു നിർത്താനാണ്. അവൾ തുടർന്നു. ഡോക്ടർ അതിൽ വിജയിച്ചു. ആ വിജയം നല്ലൊരു ഡോക്ടറുടെ കടമയാണ്. കർമ്മബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും അപ്പുറം ആ കടമയ്ക്ക് ഒന്നാം സ്ഥാനം നൽകിയത് ഡോക്ടറുടെ മഹത്വം. ഒന്ന് നിർത്തിയിട്ട് അവൾ പറഞ്ഞു. അതേ മഹത്വമുള്ളവർ കുറച്ചെങ്കിലും പോലീസിലുമുണ്ട് ഡോക്ടർ. കർമ്മബന്ധത്തിനും രക്തബന്ധത്തിനും അപ്പുറം
ഡ്യൂട്ടിക്ക് 1-ാം സ്ഥാനം നൽകുന്നവർ, വാങ്ങുന്ന ശമ്പളത്തിനോടും മുണ്ണുന്ന ചോറിനോടും കൂറ് കാട്ടുന്നവർ. മിത്ര എൻ്റെ അനിയത്തിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അവൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതാവുന്നില്ല. ശരിയല്ലേ മാഡം ഞാൻ പറഞ്ഞത്? ഡോക്ടർ ഹരിലാലിൻ്റെ ഗൗരവം തെല്ലഴിഞ്ഞു. ഡോക്ടർ, SP-യും ഞാനും തുല്യാധികാരത്തോടെ അന്വേഷിക്കുന്ന ഒരു നൂലാമല കേസാണിത്. മിത്ര കുറ്റവാളിയാണ് എന്നതിനപ്പുറം അവൾക്ക് പിന്നിൽ മായ പോലെ മറിഞ്ഞ് അതിഭീകരനായ മറ്റൊരു കുറ്റവാളി കൂടിയുണ്ട്. അവനെ പിടികിട്ടണമെങ്കിൽ അവൻ്റെ മറയായ മിത്ര പോലീസിൻ്റെ കയ്യിലെത്തിയേ തീരൂ. ഡോക്ടർ ഹരിലാലിന് നോവാത്ത രീതിയിൽ കാര്യഗൗരവത്തോടെ മൈക പറഞ്ഞു. മിത്ര അനിയത്തിയായതുകൊണ്ട് മാത്രം ഇതൊന്നും എനിക്ക് തടയാനാവില്ല ഡോക്ടർ. അഥവാ അങ്ങനെ ആവുമെങ്കിൽ ഞാനത് ചെയ്യില്ല. കുറ്റവാളി അച്ഛനായാലും അനിയത്തിയായാലും പെറ്റമ്മയായാലും കടമ മറന്ന് ഒരു സൂചി മുനമ്പിനോളം കരുണ പോലും എന്നിൽ നിന്നും ഉണ്ടാവില്ല ഡോക്ടർ. ഐ ആം വെരി സോറി. വൈക മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് കാർത്തികിനെ നോക്കി. അവളെയും ഡോക്ടറെയും ശ്രദ്ധയോടെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു കാർത്തിക്. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവനും എഴുന്നേറ്റു. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഇരുവരും പുറത്തേക്കിറങ്ങുമ്പോൾ ആ റൂമിന് പിന്നിലേക്കുള്ള വാതിക്കൽ നിൽക്കുകയായിരുന്നു ഷാനുപ്രസാദ്, ഷോക്കേറ്റതുപോലെ. മിത്രയെ പോലീസിന് കൈമാറുമെന്ന് കൂടം കണ്ട് ഒറ്റയടിക്ക് ഹൃദയം തല്ലി ഉടച്ച വേദനയുണ്ടായി അവന്. ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുമ്പോൾ കാർത്തിക് വൈകിയെ നോക്കി. മിത്രയെ അറസ്റ്റ് ചെയ്യുമെന്ന് SP തന്നോട് പറഞ്ഞിരുന്നു? ഇല്ല, വൈകമല്ലേ പറഞ്ഞു. പക്ഷെ മിത്രയ്ക്ക് പിന്നുള്ള കുറ്റങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. ഒന്നും പൂർണ്ണമായി എനിക്ക് വിട്ടുതരുന്നില്ല, എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നുമില്ല. പ്രതികളെല്ലാം തൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ? വിലങ്ങിടാൻ വരുമ്പോൾ തൻ്റെ കൈവിറയ്ക്കുമെന്ന് SP ഭയപ്പെടുന്നുണ്ട്, കാർത്തിക് പറഞ്ഞു. അതുകൊണ്ട് ഓടുന്ന നായ്ക്ക് ഒരു മുഴം നീട്ടിക്കല്ലെറിയുന്ന നയം അദ്ദേഹം തുടരുന്നു. തൻ്റെ അച്ഛൻ്റെ അറസ്റ്റ് നടക്കുമ്പോഴും ഇത് തന്നെയാണല്ലോ ചെയ്തത്. അതെ, താഴെ എത്തി തൻ്റെ കാറിലേക്ക് കയറിക്കൊണ്ട് അവൾ പറഞ്ഞു. അച്ഛനാണ് മിത്രയെ കൊന്നതെന്ന് കരുതി അന്ന് കിട്ടിയ തെളിവുകൾ പരിശോധിക്കാൻ ഞാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. പക്ഷേ റിസൾട്ട് ആദ്യം കൈപ്പറ്റിയത് അദ്ദേഹമാണ്. ഞാൻ അതറിയുന്നതിന് മുമ്പേ അറസ്റ്റ് നടത്തി. അഖിലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ മിത്രയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് പ്രതിപട്ടികയിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു മുൻകരുതലാണത്. താൻ വിഷമിക്കേണ്ട, കാർത്തിക് തുടർന്നു. അതുകൊണ്ടാണ് മിക്ക കേസ് അന്വേഷണത്തിൽ നിന്നും പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി നിർത്തുന്നത്. ശരിയാണ് കാർത്തു, വൈക സമ്മതിച്ചു. പക്ഷേ SP-യെ പോലെയല്ല DGP. എന്നെ അദ്ദേഹത്തിന് അത്രയ്ക്കും വിശ്വാസമാണ്. അതല്ല, എല്ലാ ബന്ധങ്ങളും മറഞ്ഞുകൊണ്ട് തന്നെ എന്നെ അദ്ദേഹം സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചത്. അത് തനിക്കുള്ള ഗുഡ് എൻട്രിയും അവാർഡുമാണെന്ന് കരുതിക്കോ. വൈക മന്ദഹസിച്ചു, അത് സമ്മതിക്കുന്നത് പോലെ. ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിൽ നിന്നും അത്യന്തം പരിഭ്രാന്തിയോടെയാണ് ഷാനുപ്രസാദ് ഡോക്ടർ അനിൽരാജൻ്റെ റൂമിലേക്ക് ഓടിക്കയറി ചെന്നത്. എന്താടോ? അവൻ്റെ ഓട്ടവും കിതപ്പും കണ്ട് അനിൽരാജൻ അമ്പരന്നു. മിത്ര, അവൾ എന്നത്തേക്ക് നോർമലാകും ഡോക്ടർ? അവൻ കിതപ്പോടെ തന്നെ ചോദിച്ചു. ഇതെന്തൊരു ചോദ്യമാണോടോ? എന്തു പറ്റിയതെനിക്ക്? ഡോക്ടർ എഴുന്നേറ്റ് അവൻ്റെ തോളത്ത് മെല്ലെ തട്ടി. കഴിഞ്ഞ ദിവസം മീത്തു എന്നെ തിരിച്ചറിഞ്ഞു, ഇന്ന് തിരിച്ചറിഞ്ഞില്ല. ആദ്യം അവൾ പറഞ്ഞ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്. അതെ, ശരിയായ ഓർമ്മ എന്ന് കിട്ടുമെന്നാണ് എനിക്കറിയേണ്ടത്. നാളെ വേണമെങ്കിലും അത് സംഭവിക്കാം. 4 വർഷം കഴിഞ്ഞു ആക്കാം. ഇക്കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ? അല്ല, എന്നാലും ഇപ്പോൾ പൊട്ടിപ്പിളരുന്ന മട്ടിൽ ഷാന് ചോദിച്ചു. പ്രതീക്ഷയോടെ അവൻ്റെ തോളിൽ കൈയിട്ട് അതീവ സ്നേഹത്തോടെ ഡോക്ടർ പറഞ്ഞു. ഷാനു, ഇത് മിത്രയ്ക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക രോഗമൊന്നുമല്ല. തലയ്ക്ക് ക്ഷതമേറ്റ ചില പേഷ്യൻസിന് ഇങ്ങനെ സംഭവിക്കാം. തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയോ ആക്സിഡൻറ്റിൽ തലയടിച്ച് വീഴുകയോ ചെയ്ത ഇങ്ങനെയുള്ള ഓർമ്മ തകരാറുകളും ഉണ്ടാവാം. ഡോക്ടർ വിശദീകരിച്ചു. അതായത് ഓർമ്മകൾക്ക് കണ്ടിന്യൂറ്റി ഇല്ലാതെ വരിക. ഹോസ്പിറ്റൽ വിട്ടാലും മീത്തു ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഡോക്ടർ? ഷാന് ചോദിച്ചു. എന്ന് വെച്ചാൽ ചിലർക്ക് ഒരു കാരണമില്ലെങ്കിലും പെട്ടെന്ന് കോപം ഉണ്ടാവും. മുമ്പിൽ കാണുന്നവരെയൊക്കെ ഉപദ്രവിച്ചെന്ന് വരും. ചിലർക്ക് ഉറക്കമേ ഉണ്ടാവില്ല. നിൽക്കുന്ന നിൽപ്പിൽ ഇറങ്ങിയോടുകയും കണ്ണിൽ കാണുന്നതൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. ഭ്രാന്തെന്ന് പേരിടാനാവാത്ത ഒരു ദയനീയ അവസ്ഥ. ഡോക്ടർ തുടർന്നു. മിത്രയ്ക്ക് ഇതിൽ ഏതവസ്ഥയാണ് നിലക്കുന്നതെന്ന് ഇപ്പോൾ പറയാനാവില്ല. ഷാനുവിൻ്റെ മുഖം പാടി. താൻ വിഷമിക്കണ്ടോ? ഇത്തരം അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നവരുണ്ട്. അതിനു വേണ്ടത് ഡോക്ടറുടെയും ബന്ധുക്കളുടെയും ക്ഷമയോടെയും സ്നേഹവും പരിചരണവുമാണ്. എനിക്ക് തോന്നുന്നത്
മിത്ര 3 മാസത്തിനകം തികച്ചും നോർമലായ പഴയ കുട്ടി തന്നെയാകുമെന്നാണ്. വേണ്ട, ഷാനു പെട്ടെന്ന് പറഞ്ഞു. മിത്ര അത്ര പെട്ടെന്ന് സുഖപ്പെടണ്ട. അത് പറയാനാണ് ഞാൻ വന്നത്. സുഖപ്പെടണ്ടെന്നോ? ഡോക്ടർ അമ്പരന്നു. എൻ്റെ ഹൃദയം കൊടുത്താണ് ഡോക്ടർ ഞാൻ അവളെ തിരിച്ചെടുക്കാൻ പാടുപെടുന്നത്. അതുകൊണ്ട് അവളെ സുഖപ്പെട്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലും ജയിലിലിടാൻ കാത്തിരിക്കുകയാണ് വൈഗ മാഡവും SP-യും. അവർ ഡോക്ടർ ഹരിലാലിനോട് പറയുന്നത് ഞാൻ കേട്ടു. അവൻ്റെ മുഖത്ത് ശരിക്കും ഭീതി വരുന്നു. ഡോക്ടർ അനുരാജൻ ശബ്ദിക്കാതെ നിന്നു. അവൻ്റെ മുഖവും മനസ്സും ശരിക്കും പഠിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പയ്യൻ മിത്ര എന്ന പെണ്ണിൽ ഭ്രാന്തമായി ലയിച്ചു പോയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും നാളെ കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഞാനൊരു യാത്രയിലായിരിക്കും. നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇനിയുള്ള 2-3 എപ്പിസോഡുകളൊക്കെ നാട്ടിൽ നിന്നായിരിക്കും അപ്ലോഡ് ചെയ്യാം. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ എല്ലാ എപ്പിസോഡുകളും എത്തും. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും ഒക്കെ എത്തുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ വിജയികളായവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.